ഈ ഉദ്ദേശത്തോടാണ് നരേന്ദ്രമോദി വന്നിട്ടുള്ളത്, അല്ലാതെ വെറുതെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നമസ്കാരം. ഒരു മാസത്തിൽ 2 പ്രാവശ്യമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചിരിക്കുന്നത്. ശ്രീ മോദി 2 തവണയും കേരളം സന്ദർശിച്ചത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആദ്യം ജനുവരി 3-ാം തീയതി തൃശൂരിൽ നാരി ശക്തി സംഗമം എന്നൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി എത്തിയത്. അന്ന് മോദിക്കൊപ്പം റോഡ് ഷോയിൽ സുരേഷ് ഗോപിയും പങ്കെടുക്കുകയുണ്ടായി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ഇക്കുറിയും BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കെ പടർന്നിരിക്കുന്നു. ഇതിനിടയിലാണ് മോദി തൃശൂരിൽ വരുന്നതും നാരി ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതും റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ ചേർത്ത് നിർത്തുന്നതും. വീണ്ടും 2 ആഴ്ച പിന്നിടുന്നതിന് മുമ്പ് ജനുവരി 17-ാം തീയതി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി വീണ്ടും എത്തുന്നു. ഇത്തരം പോക്കുവരവുകൾക്ക് നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഈ അജണ്ട എന്താണെന്നും എന്തിനാണ് നരേന്ദ്രമോദി ഒരു മാസത്തിൽ 2 തവണ ഇങ്ങനെ കേരളം സന്ദർശിച്ചതെന്നും കേരളം സന്ദർശിക്കുമ്പോൾ ഔദ്യോഗിക പരിപാടികൾ വളരെ കുറവായിരുന്നു താനും, അല്ലെങ്കിൽ മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അങ്ങനെ ഒരു ഔദ്യോഗിക പരിപാടി പിന്നീട് ഉണ്ടാക്കുകയായിരുന്നു. എന്തായിരുന്നു മോദിയുടെ കൃത്യമായ ലക്ഷ്യം, എന്തായിരുന്നു അജണ്ട? ഇതേക്കുറിച്ച് രാഷ്ട്രീയ കാര്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ സവിസ്തരം പ്രസ്താവിക്കുന്നു. എന്തിനാണ് സുരേഷ് ഗോപി എന്ന ഒരു ചലച്ചിത്ര നടനെ ചുറ്റിപ്പറ്റി നരേന്ദ്രമോദി ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്? എന്താണ് മോദിയുടെ യഥാർത്ഥ താല്പര്യം? ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ സവിസ്തരം പ്രസ്താവിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. പ്രമുഖ സിനിമാ നടനും മുൻ രാജ്യസഭാംഗവുമായ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വച്ച് ഇന്നലെ സമംഗളം കൊണ്ടാടപ്പെട്ടു. സിനിമാ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, BJP നേതാവും മുൻകാല സിനിമാ നടിയുമായിരുന്ന ഖുഷ്ബു മുതലായവരൊക്കെ പങ്കെടുത്തു. അതിലൊന്നും യാതൊരു വാർത്താ പ്രാധാന്യവുമില്ല. സ്വാഭാവികമായിട്ടും പങ്കെടുക്കേണ്ട ആളുകളാണ്, അവർ പങ്കെടുത്തു. ചടങ്ങ് മംഗളകരമായി നടന്നു. ഇതിനെ വളരെ സവിശേഷമാക്കി തീർത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സകല തിരക്കുകളും മാറ്റിവെച്ച് ഈ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന കാര്യമാണ്. എൻ്റെ ഓർമ്മയിൽ സമീപകാലത്തൊന്നും ഒരു പ്രധാനമന്ത്രി ഇതുപോലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നിട്ടില്ല. കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. എത്രയോ വലിയ സിനിമാ നടന്മാരുടെ, എത്രയോ നേതാക്കന്മാരുടെ മക്കളുടെ വിവാഹം നടന്നിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലോ, അതല്ല ചോറ്റാനിക്കര ക്ഷേത്രത്തിലോ, അതുമല്ലെങ്കിൽ മണർകാട് പള്ളിയിലോ, മറ്റേതെങ്കിലും പള്ളിയിലോ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി വന്ന് വിവാഹം നടത്തി കൊടുത്ത സംഭവം ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദി വെറും ഒരു ക്ഷണിതാവായി പങ്കെടുക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ഏതാണ്ട് വധുവിൻ്റെ രക്ഷാകർതൃ സ്ഥാനത്ത് നിന്ന് വധുവരന്മാർക്ക് വരണമാല്യം എടുത്തു കൊടുക്കുകയും അവരെ ആശീർവദിക്കുകയും കൈ പിടിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ കൈ പിടിച്ചു കൊടുക്കുന്നത് സാധാരണയിൽ വധുവിൻ്റെ പിതാവാണ്. ഇനി പിതാവില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റേതെങ്കിലും ഒരാളാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം വരെ ഇദ്ദേഹം ഏറ്റെടുത്തു. അത് എന്തിനു വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഇത്രയും ബുദ്ധിമുട്ടി? ഡൽഹിയിൽ യാതൊരു ജോലിയില്ലാഞ്ഞിട്ടാണോ അദ്ദേഹം ഇവിടം വരെ വന്നു, ഈ ചടങ്ങിൽ പങ്കെടുത്തു? വന്ന കൂട്ടത്തിൽ അദ്ദേഹം മറ്റ് ചില ചടങ്ങുകളിലും പങ്കെടുത്തു, സർക്കാർ പരിപാടിയിലും പങ്കെടുത്തു. കപ്പൽശാലയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോയി. പറയുമ്പോൾ BJPയുടെ ഒരു റോഡ് ഷോയും അദ്ദേഹം എറണാകുളത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നരേന്ദ്രമോദി വന്നതിൻ്റെ ചേതോവികാരം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പല നേതാക്കന്മാരും പല ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട്, സ്വകാര്യ ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട്, പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ വരികയും പിന്നീട് തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ പോയി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത് എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഒരുപക്ഷെ സുരേഷ് ഗോപിയോട് നരേന്ദ്രമോദിക്ക് അത്രയധികം സ്നേഹമോ താല്പര്യമോ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിൽ വേറെ ഒരുപാട് നേതാക്കന്മാരും സിനിമാ നടന്മാരും ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. 6 വർഷം അദ്ദേഹം രാജ്യസഭയിൽ പ്രവർത്തിച്ചു. കേരളത്തിലെ ഒട്ടുമിക്ക BJP നേതാക്കൾക്കും സുരേഷ് ഗോപിയോട് വലിയ പഥ്യമില്ല. സുരേഷ് ഗോപിക്ക് അവരോട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ പഥ്യമില്ല. അദ്ദേഹത്തിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടും നരേന്ദ്രമോദിയിലും അമിത്ഷായിലുമാണ്. ഈ രണ്ടുപേരുടെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് തന്നെ. അതുകൊണ്ടാണ് ഇവിടുത്തെ BJPക്കാർ
ഇദ്ദേഹത്തെ സഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അയാളുടെ മകളുടെ വിവാഹം നടക്കും. 2 ആഴ്ച മുമ്പാണ് നരേന്ദ്രമോദി ഇവിടെ വന്നു പോയത്. ജനുവരി 3-ാം തീയതി ഇതേ സുരേഷ് ഗോപിയുടെ തന്നെ പ്രധാന കാർമ്മികത്വത്തിൽ തൃശ്ശൂർ നടന്ന ഗംഭീരമായ പരിപാടിയിലും നരേന്ദ്രമോദി പങ്കെടുത്താണ്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും വരുന്നു, മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു, കൈപിടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ കൂടി ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രീതിപ്പെട്ടിരിക്കുന്നു എന്നൊരു ബൈബിൾ വചനമുണ്ട്. അതുപോലെ നരേന്ദ്രമോദിയുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് സുരേഷ് ഗോപി അരിയിട്ട് വാഴിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇത് ഈ നാട്ടിലെ ക്രിസ്ത്യൻ മെത്രാന്മാർക്കും മറ്റ് തൽപര കക്ഷികൾക്കും കൂടിയുള്ള ഒരു സൂചനയാണ്. ഇനി ഡൽഹിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇദ്ദേഹത്തെ അഭയം പ്രാപിച്ചാൽ മതി, ഇദ്ദേഹം വഴിയാണ് പോകേണ്ടത് എന്നുള്ള ശക്തമായൊരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ഹാജരായത്. രണ്ടാമത്തേത്, തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് BJPക്ക് വലിയൊരു ഹൈപ്പ് ആകാൻ വേണ്ടി കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് വേണം വിചാരിക്കാൻ. ഗുരുവായൂരിൽ നിന്ന് നരേന്ദ്രമോദി നേരെ പോയത് തൃപ്രയാറിലേക്കാണ്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി, അവിടെയും എന്തോ ചില പരിപാടികളിലൊക്കെ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തൃപ്രയാറിൻ്റെ പ്രത്യേകത ശ്രീരാമക്ഷേത്രമാണ് എന്നുള്ളതാണ്. അതിനാണെങ്കിൽ അദ്ദേഹത്തിന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താൻ പറ്റും, അതിൻ്റെ തൊട്ടപ്പുറത്ത് പാറമേക്കാവിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും എത്രയോ ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട്. അവിടെ ഒന്നും പോകാതെ ശ്രീരാമക്ഷേത്രത്തിൽ പോയത് 22-ാം തീയതി നടക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ശ്രീരാമനെയും നരേന്ദ്രമോദി വന്ദിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് തെക്കേ ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് കേരളത്തിലേക്കും കൂടി രാമതരംഗം എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ, ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂരാണ്. അപ്പോൾ ഏറ്റവും ജനപ്രിയമായ ക്ഷേത്രത്തിൽ കരുണാകരന് ശേഷം പിന്നെ നരേന്ദ്രമോദി ദർശനം നടത്തും. അവിടുത്തെ ഒരാളായിട്ട് മാറും. നരേന്ദ്രമോദി മുമ്പും ഗുരുവായൂർ ദർശനം നടത്തിയിട്ടുണ്ട്, താമരപ്പൂ സമർപ്പിച്ചിട്ടുണ്ട്, താമരപ്പൂ കൊണ്ട് തുലാഭാരം നടത്തിയിട്ടുണ്ട്, മറ്റു പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾ വീണ്ടും ഇവിടെ വന്ന് ഈ ദൈവസന്നിധിയിൽ വണങ്ങുന്നു. ഇത് ഈ BJP മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ഹിന്ദുത്വത്തിന് ആക്കം പകരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ 2-ാം ഘട്ടമായിട്ട് തൃപ്രയാറിൽ പോയി ദർശനം നടത്തും. അങ്ങനെ രാമതരംഗം ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. തൃശ്ശൂർ മണ്ഡലത്തിൽ എന്തായാലും ജയിച്ചു കളയാം എന്നൊരു ആത്മവിശ്വാസമാണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാരണാസിക്ക് പുറമെ ഒരു മണ്ഡലത്തിലും കൂടി മോഡി മത്സരിക്കാൻ സാധ്യതയുണ്ട്. അത് തെക്കേ ഇന്ത്യയിലായിരിക്കും. തെക്കേ ഇന്ത്യയിലെ ആ മണ്ഡലം ഒന്നുകിൽ തമിഴ്നാട്ടിലായിരിക്കും അല്ലെങ്കിൽ കേരളത്തിലായിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ മോഡി മത്സരിക്കുന്ന മണ്ഡലം തമിഴ്നാട്ടിലാണെങ്കിൽ അത് കന്യാകുമാരി ആയിരിക്കും, കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരമായിരിക്കും. ഇത് രണ്ടുമാണ് BJPക്ക് ശക്തമായ അടിത്തറയുള്ള, രണ്ടും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളുമാണ്. ഇപ്പോൾ കന്യാകുമാരി മത്സരിച്ചാലും അതിൻ്റെ ഒരു അല തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. മറിച്ചും സംഭവിക്കാം. എനിക്ക് തോന്നുന്നത് അദ്ദേഹം കന്യാകുമാരി മത്സരിക്കും എന്നാണ്. കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കന്യാകുമാരി മണ്ഡലത്തിൽ ജയിച്ചത് BJPയാണ്. തിരുവനന്തപുരം ആണെങ്കിൽ കഴിഞ്ഞ 2 തവണയായിട്ട് 2-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള മണ്ഡലവുമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി ഡൽഹിയിലുള്ള ജോലികൾ മാറ്റിവെച്ച്, അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏകോപിപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്തം മാറ്റിവെച്ച് കേരളത്തിലേക്ക് വന്ന് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതും സുരേഷ് ഗോപിയുടെ മകളുടെ കൈ പിടിച്ചു കൊടുത്തതുമൊക്കെ അതിൻ്റെ ഒരു നിമിത്തം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇതല്ല. യഥാർത്ഥ ഉദ്ദേശം ഇവിടെ BJPക്ക് ഒരു കളമൊരുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃപ്രയാറിൽ പോയത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് പുള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുമാത്രം ഇവിടെ ചിലവാകും എന്ന് പറയാൻ ഞാനാളല്ല. പക്ഷേ ഈ 2024 രാജ്യത്തിൻ്റെ ഭരണം BJP പിടിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നവർ പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ നിരീക്ഷകന്മാർ പറയുന്നത് ഈ ഇന്ത്യ മുന്നണിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകൾ പോലും കുറഞ്ഞ ഭൂരിപക്ഷത്തോടെയെങ്കിലും നരേന്ദ്രമോദി തിരിച്ചു വരും എന്ന് പറയുന്നവരാണ്. അതല്ല, BJP അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് 400 സീറ്റ് പിടിക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഇതിലെന്തൊക്കെ നടക്കും നമുക്കറിയില്ല. ഈ ഉദ്ദേശത്തോടാണ് നരേന്ദ്രമോദി വന്നിട്ടുള്ളത്, അല്ലാതെ വെറുതെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അത് അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഒരു ചെറിയ
ഉദ്ദേശം മാത്രമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ലക്ഷ്യം തികച്ചും രാഷ്ട്രീയമാണ്. അല്ല റൂട്ട് തന്നെ വ്യക്തിപരമല്ല.